Hi, I'm Shamir. Welcome back. Learn English through reading newspapers. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഫോമർ KSEB ഒഫീഷ്യൽ. ഒഫീഷ്യൽ എന്നാൽ ഉദ്യോഗസ്ഥൻ. ഫോർമർ എന്നാൽ മുൻ KSEB ഉദ്യോഗസ്ഥൻ. സെൻറ്റൻസ്ഡ് ടു 7 years ഇംപ്രിസൺമെൻറ്റ്. ഇംപ്രിസൺമെൻറ്റ് എന്നാൽ തടവു ശിക്ഷ എന്നുള്ള അർത്ഥമാണ്. ടു 7 years 7 വർഷത്തോളമുള്ള 7 വർഷത്തേക്കുള്ള തടവു ശിക്ഷ. സെൻറ്റൻസ് എന്നാൽ ശിക്ഷ വിധിക്കുക എന്നുള്ള അർത്ഥമാണ്. സെൻറ്റൻസ്ഡ് ശിക്ഷ വിധിച്ചു. ഇൻ ബ്രൈബറി കേസ് ഇൻ തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം. ഇൻ ബ്രൈബറി കേസ് എന്നാൽ കൈക്കൂലി വാങ്ങുക എന്നുള്ള അർത്ഥമാണ്. കോയ കൊടുക്കലോ വാങ്ങുകയോ ചെയ്യുക. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: ഫോർമർ KSEB ഒഫീഷ്യൽ സെൻറ്റൻസ്ഡ്. മുൻ KSEB ഉദ്യോഗസ്ഥന് ശിക്ഷ വിധിച്ചു. ഫോർമർ KSEB ഒഫീഷ്യൽ വാസ് സെൻറ്റൻസ്ഡ് ടു 7 years ഇംപ്രിസൺമെൻറ്റ്. 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. ഇൻ ബ്രൈബറി കേസ് ഇൻ തൃശ്ശൂർ. കൈക്കൂലി കേസിലാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്. ഇൻ തൃശ്ശൂർ ജില്ലയിലാണ് സംഭവം. തൃശ്ശൂരിൽ കൈക്കൂലി കേസിൽ മുൻ KSEB ഉദ്യോഗസ്ഥന് 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. തൃശ്ശൂർ, കേരള. എ കോർട്ട്, ഒരു കോടതി. ഓൺ സാറ്റർഡേ, ശനിയാഴ്ച. സെൻറ്റൻസ്ഡ്, ശിക്ഷ വിധിച്ചു. എ ഫോർമർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, മുൻ അസിസ്റ്റൻ്റ് KSEB ഉദ്യോഗസ്ഥന് ശിക്ഷ വിധിച്ചു. ഓഫ് ദ KSEB ടു 7 years ഓഫ് റിഗറസ് ഇംപ്രിസൺമെൻറ്റ്. റിഗറസ് എന്നാൽ അയവില്ലാത്ത, കഠിനമായ എന്നുള്ള അർത്ഥമാണ്. റിഗറസ് ഇംപ്രിസൺമെൻറ്റ്, കഠിന തടവ്. 7 വർഷത്തെ കഠിന തടവിന് അദ്ദേഹത്തെ ശിക്ഷിച്ചു. മുൻ KSEB ഉദ്യോഗസ്ഥന്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ. ആൻഡ് ഇമ്പോസ് എന്നാൽ ചുമത്തുക എന്നുള്ള അർത്ഥമാണ്. ആൻഡ് ഇമ്പോസ്ഡ്, ചുമത്തുകയും ചെയ്തു. എ ഫൈൻ, ഒരു പിഴ ചുമത്തുകയും ചെയ്തു. ഓഫ് ₹25,000, 25,000 രൂപ പിഴയും വിധിച്ചു. ആഫ്റ്റർ, അതിനെ തുടർന്ന്, അതിനുശേഷം. ഫൈൻഡിങ് ഹിം, അദ്ദേഹത്തെ കണ്ടെത്തുന്നു. ഗിൽറ്റി ഇൻ എ ബ്രൈബറി കേസ്. ഗിൽറ്റി എന്നാൽ കുറ്റം ചെയ്ത എന്നുള്ള അർത്ഥമാണ്. അപരാധിയായ, ഇതൊക്കെയാണ് അർത്ഥം. ഇൻ എ ബ്രൈബറി കേസ്, ഒരു കൈക്കൂലി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ശനിയാഴ്ച KSEBയിലെ മുൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് 7 വർഷത്തെ കഠിന തടവ് ശിക്ഷയും 25,000 രൂപ പിഴയും വിധിച്ചു. ആഫ്റ്റർ ഫൈൻഡിങ് ഹിം ഗിൽറ്റി എന്നാൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് എന്നുള്ള അർത്ഥമാണ്. ബ്രൈബറി കേസ്, കൈക്കൂലി കേസ്. വിജിലൻസ് കോർട്ട് ജഡ്ജ് KM രതീഷ് ഫൗണ്ട്, അദ്ദേഹം വിജിലൻസ് കോർട്ട് ജഡ്ജായിട്ടുള്ള KM രതീഷ് കണ്ടെത്തി. കെ ശശി 65, 65 വയസ്സ് പ്രായമുള്ള കെ ശശി, എ നേറ്റീവ് ഓഫ് തഴവ ഇൻ കൊല്ലം ഡിസ്ട്രിക്ട് ആൻഡ് എ ഫോർമർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അറ്റ് ദ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. കൊല്ലം ജില്ലയിലെ തഴവ സ്വദേശിയും കുന്നംകുളത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിലെ മുൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുമായ 65-കാരനായിട്ടുള്ള കെ ശശി ഗിൽറ്റി, അദ്ദേഹം കുറ്റക്കാരനാണ്. ഓഫ് accepting a bribe. accept എന്നാൽ സ്വീകരിക്കുക. എ ബ്രൈബ് ഓഫ് 10,000 rupees, 10,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന്, സ്വീകരിച്ചു എന്ന് കണ്ടെത്തി. അദ്ദേഹം അതിന് കുറ്റക്കാരനാണെന്ന് ഈ KM രതീഷ്, വിജിലൻസ് കോർട്ട് ജഡ്ജ്, കണ്ടെത്തി. എന്തിനാണ് അദ്ദേഹം കൈക്കൂലി വാങ്ങിയത്? ഫോർ സാങ്ഷനിങ്. സാങ്ഷൻ എന്നാൽ അർത്ഥം ഉത്തരവ്, അനുമതി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അനുമതി നൽകുക, ഇതൊക്കെയാണ് അർത്ഥം. അനുമതി നൽകാൻ വേണ്ടി. an additional power load connection to a commercial building. കൊമേഴ്ഷ്യൽ എന്നാൽ വാണിജ്യ സംബന്ധമായ, അഡീഷണൽ എന്നാൽ കൂടുതലായ. കൊല്ലം ജില്ലയിലെ തഴവ സ്വദേശിയും കുന്നംകുളത്തെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിലെ മുൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുമായിട്ടുള്ള 65-കാരനായ കെ ശശി അദ്ദേഹം ഒരു വാണിജ്യ കെട്ടിടത്തിന് അധിക വൈദ്യുതി ലോഡ് കണക്ഷൻ അനുവദിക്കുന്നതിന് വേണ്ടി 10,000 രൂപ കൈക്കൂലി വാങ്ങി എന്ന കുറ്റം കണ്ടെത്തി. വിജിലൻസ് കോടതി ജഡ്ജ് കെ രതീഷ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അദ്ദേഹം 10,000 രൂപ ഇതിന് കൈക്കൂലി വാങ്ങിയെന്ന് അദ്ദേഹം ഇതിന് കുറ്റക്കാരനാണെന്ന് ജഡ്ജി കണ്ടെത്തി. അക്കോർഡിംഗ് ടു ദ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ,
ഇവർ പറയുന്ന വിവരപ്രകാരം വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ പറയുന്ന വിവരപ്രകാരം അതാണ് അക്കോർഡിംഗ് ടു ദ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ദ കേസ് ഡേറ്റ്സ് ബാക്ക് ടു 2014 2014 വെൻ ആ സമയത്ത് ആ വർഷത്തിൽ എ ബിൽഡിംഗ് ഓണർ ഒരു ബിൽഡിംഗ് ഉടമസ്ഥൻ ഫ്രം ചാവക്കാട് നിന്നുള്ള ഒരു ബിൽഡിംഗ് ഉടമസ്ഥൻ അപ്രോച്ച് എന്നാൽ സമീപിക്കുക സമീപിച്ചു ദ കുന്നംകുളം KSEB ഓഫീസിനെ സമീപിച്ചു. സീക്കിംഗ് അപ്രൂവൽ അനുമതി തേടിക്കൊണ്ട്, സീക്ക് എന്നാൽ തേടുക, സീക്കിംഗ് അപ്രൂവൽ അനുമതി തേടിക്കൊണ്ട് ഫോർ എൻ എൻഹാൻസ്ഡ് ഇലക്ട്രിസിറ്റി ലോഡ് കണക്ഷൻ വർദ്ധിപ്പിച്ച വൈദ്യുതി ലോഡ് കണക്ഷൻ. എൻഹാൻസ്ഡ് എന്നാൽ വർദ്ധിപ്പിച്ച. ഫോർ എ പ്രൈവറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫങ്ഷനിങ് ഇൻ ഹിസ് ബിൽഡിംഗ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിൽ. പ്രൈവറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിനർത്ഥം സ്വകാര്യ ബാങ്കിങ് സ്ഥാപനം. ഫങ്ഷനിങ് എന്നാൽ പ്രവർത്തിപ്പിക്കൽ. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ പറയുന്ന വിവരപ്രകാരം 2014 ഈ കേസിൻ്റെ തുടക്കം. ചാവക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു കെട്ടിട ഉടമ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സ്വകാര്യ ബാങ്കിങ് സ്ഥാപനത്തിന് വർദ്ധിപ്പിച്ച വൈദ്യുതി ലോഡ് കണക്ഷന് അനുമതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുന്നംകുളം KSEB ഓഫീസിനെ സമീപിച്ചു. അതിനിടയിൽ ഡ്യൂറിങ് ദ പ്രോസസ് എന്നാൽ നടപടി എന്നാണ് അർത്ഥം. നടപടിക്കിടയിൽ ഡ്യൂറിങ് ദ പ്രോസസ്സിംഗ് ഓഫ് ദ അപ്ലിക്കേഷൻ എന്നാൽ അപേക്ഷയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ, അപേക്ഷ പരിഗണിക്കുന്നതിനിടെ അതാണ് അർത്ഥം. ശശി അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത്, അതായത് പത്രക്കാർക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശശി ആവശ്യപ്പെട്ടു എ ബ്രൈബ് ഒരു കൈക്കൂലി ആവശ്യപ്പെട്ടു. ഫ്രം ദ കംപ്ലൈനൻ്റ് എന്നാൽ പരാതിക്കാരൻ്റെ പക്കൽ നിന്നും അദ്ദേഹം 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. ഫോർ ഗ്രാൻഡിങ് ദ കണക്ഷൻ, ഗ്രാൻഡ് എന്നാൽ ഇവിടെ നൽകുക എന്നുള്ള അർത്ഥമാണ്, അനുമതി നൽകുക. അപേക്ഷയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ കണക്ഷൻ അനുവദിക്കുന്നതിന് വേണ്ടി പരാതിക്കാരൻ്റെ പക്കൽ നിന്ന് ഇദ്ദേഹം 10,000 രൂപ ശശി ഉദ്യോഗസ്ഥൻ കൈക്കൂലി ആവശ്യപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. ഇതാണ് പരാതി. ആക്ടിംഗ് ഓൺ എ കംപ്ലൈൻറ്റ്, പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒഫീഷ്യൽസ് ഓഫ് ദ VACB's തൃശ്ശൂർ യൂണിറ്റ്, വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തൃശ്ശൂർ യൂണിറ്റ് ലെയ്ഡ് എ ട്രാപ്പ് എന്നാൽ കെണിയൊരുക്കി എന്നുള്ള അർത്ഥമാണ്. ആൻഡ് കോട്ട് ശശി റെഡ് ഹാൻഡഡ്, ക്യാച്ച് റെഡ് ഹാൻഡ് എന്നതിൻ്റെ പാസ്റ്റാണ് കോട്ട് റെഡ് ഹാൻഡഡ്. ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്നാൽ കയ്യോടെ പിടികൂടുക എന്നുള്ള അർത്ഥമാണ്. ക്യാച്ച് സംവൺ റെഡ് ഹാൻഡഡ് ഇതിനർത്ഥം ഒരു വ്യക്തിയെ കുറ്റകൃത്യം ചെയ്യുന്നതിനിടയിൽ പിടികൂടുക എന്നുള്ള അർത്ഥമാണ്. കയ്യോടെ പിടികൂടുക. ക്യാച്ച് സംവൺ റെഡ് ഹാൻഡഡ്, ഒരു വ്യക്തിയെ കുറ്റകൃത്യം ചെയ്യുന്നതിനിടയിൽ ആ സമയത്ത് തന്നെ കയ്യോടെ പിടികൂടുക. അതിൻ്റെ പാസ്റ്റാണ് കോട്ട് റെഡ് ഹാൻഡഡ്. അദ്ദേഹത്തെ ഈ ശശിയെ കയ്യോടെ പിടികൂടി. അതിനിടയിൽ അക്സെപ്റ്റ് എന്നാൽ സ്വീകരിക്കുക. അക്സെപ്റ്റിംഗ് ദ ബ്രൈബ് കൈക്കൂലി സ്വീകരിക്കുന്നതിനിടയിൽ, ബ്രൈബ് എമൗണ്ട് കൈക്കൂലി പണം സ്വീകരിക്കുന്നതിനിടയിൽ CB ഉദ്യോഗസ്ഥനെ കയ്യോടെ പിടികൂടി. എമൗണ്ട് ഫ്രം ദ കംപ്ലൈനൻ്റ് എന്നാൽ പരാതിക്കാരൻ്റെ പക്കൽ നിന്നും കൈക്കൂലിപ്പണം കൈമാറുന്നതിനിടയിൽ, സ്വീകരിക്കുന്നതിനിടയിൽ ശശിയെ കയ്യോടെ പിടികൂടി. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തൃശ്ശൂരിലെ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ കെണിയൊരുക്കി പരാതിക്കാരൻ്റെ പക്കൽ നിന്നും കൈക്കൂലി തുക സ്വീകരിക്കുന്നതിനിടെ ശശിയെ ഈ ഉദ്യോഗസ്ഥനെ കയ്യോടെ പിടികൂടി. ദി ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം വാസ് കണ്ടക്റ്റഡ് ഈ അന്വേഷണം നടത്തി ബൈ ഫോർമർ VACB ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് എ രാമചന്ദ്രൻ ആൻഡ് ജ്യോതിഷ് കുമാർ. ഈ ആളുകളാണ് ഈ അന്വേഷണം നടത്തിയത്. കണ്ടക്റ്റ് എന്നാൽ നടത്തുക. ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ ഹു വാസ് ദൻ ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് ഇൻ ദ തൃശ്ശൂർ വിജിലൻസ് യൂണിറ്റ്. മുൻ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് രാമചന്ദ്രനും
അന്ന് തൃശ്ശൂർ വിജിലൻസ് യൂണിറ്റിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസറായിരുന്ന ജ്യോതിഷ് കുമാറും ചേർന്നാണ് ഈ കേസ് അന്വേഷിച്ചത്. സൂപ്രണ്ടൻറ്റൻറ്റ്, ഇങ്ങനെയാണിത് വായിക്കേണ്ടത്. മേൽനോട്ടക്കാരൻ, മേലാധികാരി, ഇതൊക്കെയാണ് അർത്ഥം. പബ്ലിക് പ്രോസിക്യൂട്ടർ വി.കെ. ശൈലജൻ അപ്പിയേർഡ്. അപ്പിയർ എന്നാൽ ഹാജരാകുക. അദ്ദേഹം വി.കെ. ശൈലജൻ ഹാജരായി. ഫോർ ദ പ്രോസിക്യൂഷൻ, പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ വി.കെ. ശൈലജൻ ഹാജരായി. ഫോളോവിങ് ദ കൺവിക്ഷൻ. കൺവിക്ഷൻ എന്നാൽ അർത്ഥം ശിക്ഷ വിധിക്കൽ എന്നുള്ള അർത്ഥമാണ്, ശിക്ഷാവിധി. ഫോളോവിങ് ദ കൺവിക്ഷൻ, കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചതിനെ തുടർന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശശി വാസ് റിമാൻഡ്. ശശിയെ റിമാൻഡ് ചെയ്തു. ടു വിയ്യൂർ സെൻട്രൽ പ്രിസൺ എന്നാൽ ജയിൽ. ടു സെർവ് ദ സെൻറ്റൻസ്. സെൻറ്റൻസ് എന്നാൽ ശിക്ഷ. സെർവ് ദ സെൻറ്റൻസ് എന്നാൽ ശിക്ഷ അനുഭവിക്കുക. ഇവിടെ സെർവ് എന്നതിന് അനുഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ചതിനെ തുടർന്ന് ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ശശിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു.